ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർത്തലാക്കണമെന്ന് പറഞ്ഞ പദ്ധതി ഡിവൈഎഫ്ഐ അഭിമാനമായി വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന പദ്ധതി. ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ നിരന്തരം വിമർശിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. യൂത്ത് കോൺഗ്രസുകാർ ഇന്ന് കുടുംബസമേതം വീടുകളിലിരുന്ന് ഓണമുണ്ണുമ്പോൾ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓരോരുത്തരും മെഡിക്കൽ കോളേജുകളിൽ പാവപ്പെട്ട രോഗികൾക്ക് പൊതിച്ചോറ് നൽകുകയാണ്. ഈ തിരുവോണനാളിലും ഒരു മുടക്കവും കൂടാതെ അതിന്നും നടന്നു എന്നുള്ളതാണ്. തിരുവോണനാളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5000-ഓളം പേർക്ക് പൊതിച്ചോറ് നൽകി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഹൃദയപൂർവ്വം പൊതിച്ചോറിനായി ആയിരങ്ങളാണ് ഇന്നും എത്തിയത്. 5000-ഓളം പേർക്ക് പായസം ഉൾപ്പെടെയുള്ള ഓണസദ്യ കൈമാറി. ആയിരങ്ങൾക്ക് ആശ്വാസമായ ഈ പദ്ധതിയെയാണ് UDF സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് വി വസീഫ് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പൊതിച്ചോറിനെയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി നിരോധിക്കണമെന്നും ഇത് കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് വന്ന് കാണുന്നവർക്ക് അങ്ങനെ പറയാൻ തോന്നില്ല. അത് രാഷ്ട്രീയമേതായാലും നിലപാടുകൾ എന്തായാലും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്കും ഇത് നിർത്തണമെന്ന് പറയാനൊന്നും തോന്നില്ല. ഓണനാളിൽ ഉച്ചഭക്ഷണം ലഭിച്ചപ്പോൾ ചിലരുടെ കണ്ണു നിറഞ്ഞു. ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇത് വേറെ ആരും കൊണ്ട് കൊടുക്കുമോ? ഇല്ല. കൊടുക്കോ? പറയും ഇല്ല. വേറെ ആരും കൊണ്ട് കൊടുക്കുമോ? ഇല്ല. ഇവിടെ കഴിയുമ്പോണ്ടേ അത്രേ ഉള്ളൂ. അത്രയും കഷ്ടപ്പെട്ട ആളുകളൊക്കെ ജീവിക്കാനാണ്. ഈ ഒരു ഓട്ടി വേണ്ടിയിട്ട് ഇത്ര ആൾക്കാരോട് കഷ്ടപ്പെടുന്ന അറിയുകൾ. ഈ ബസ് മാത്രമേ സത്യം പറയാം. ഈ ബസ് സത്യം അറിയാൻ എവിടെ ഈ ബസ് മാത്രമേ ഇരിക്കുള്ളൂ. ചിലർ സന്തോഷം പങ്കുവച്ചു. സന്തോഷമാണ് ഇത് കിട്ടുന്ന സന്തോഷമല്ലേ രോഗികളെ നിൽക്കുമ്പോൾ. ഓ നല്ല സന്തോഷം. ഓ ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട്. ഓ എല്ലാം നല്ല കാലത്ത് ഞങ്ങൾക്ക് നാളെ രക്ഷപ്പെട്ട് 80 ഉറുപ്പ്യ കടയിൽ ചോറിന്. അതുകൊണ്ട് ഇതൊരു വലിയ ഗുണമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 വർഷമായി ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.